സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. എൻ്റെ ടെലിഫോൺ നമ്പർ 9847104717. നമ്മളുടെ വീഡിയോയെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അത് അനുകൂലമായാലും പ്രതികൂലമായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. വീഡിയോയിലൊക്കെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്മസിനെ പറ്റിയാണ് നമ്മൾ ഏറെ സംസാരിക്കുന്നത്. ക്രിസ്മസിനെ പറ്റി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വളരെ കുറവും അറിയാത്ത കാര്യങ്ങൾ വളരെ കൂടുതലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 2024 ഡിസംബർ 25 ബുധനാഴ്ച, വെൻസ്ഡേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ പൗരസ്ത്യ ദേശത്തിൽ നിന്ന് വന്ന രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച് ആരാധിച്ച ആ വിശുദ്ധ ദിനത്തിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കുകയാണ് ഇന്ന്. സ്നേഹത്തിൻ്റെയും എളിമയുടെയും സന്ദേശവുമായി കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യ പ്രകാശം. മാലാഖമാർ സ്തുതികളുമായി വാനിൽ അണിനിരന്ന ആ രാവിൽ ഉണ്ണിയേശുവിനെ കാണാൻ കൂപ്പുകൈകളുമായി ആട്ടിടയന്മാരും എത്തിയിരുന്നു എന്നും നാം അറിയുന്നു. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം ക്രിസ്മസ് വെളിപ്പെടുത്തുന്നു. അതിൽ നിന്നാണ് നമ്മുടെ പ്രത്യാശയും ഊർജ്ജസ്വലതയും പരസ്പര സ്നേഹവും ഊഷ്മളമായ വ്യക്തി സാമൂഹിക ബന്ധങ്ങളും പൊട്ടിവിടരുന്നത്. അപരനിൽ, അതായത് മറ്റുള്ളവനിൽ ഈശ്വരനെ ദർശിക്കുക എന്ന യാഥാർത്ഥ്യം നമ്മിൽ ആഴത്തിൽ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നിൻ്റെ അപര്യാപ്തതയ്ക്ക് മുന്നിൽ മനസ്സിൻ്റെ ആർജവം നാം ഒരിക്കലും പണയപ്പെടുത്തിക്കൂടാ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് സമ്മാനങ്ങളുമായി വരുന്ന സാന്റാക്ലോസ് ആയിരിക്കും. ചുവന്ന വസ്ത്രവും കുടവയറും തോളിൽ സഞ്ചിയുമായി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ. 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ മൈറയിൽ ജീവിച്ചിരുന്ന സെയിൻറ്റ് നിക്കോളാസ് എന്ന ബിഷപ്പാണ് ഈ സങ്കല്പത്തിന് പിന്നിൽ എന്ന് കരുതപ്പെടുന്നു. കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ ബിഷപ്പ് പാവപ്പെട്ട കുട്ടികൾക്ക് രഹസ്യമായി സമ്മാനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്രേ. ഡച്ച് ഭാഷയിൽ സാൻ കലാസ് എന്നാണ് സെയിൻറ്റ് നിക്കോളാസിനെ വിളിക്കുന്നത്. ഡച്ച് ഭാഷയിൽ സാൻ കലാസ് എന്നാണ് സെയിൻറ്റ് നിക്കോളാസിനെ വിളിക്കുന്നത്. ഇതാണ് പിന്നീട് ഇംഗ്ലീഷിൽ സാന്റാക്ലോസ് എന്ന സാന്റ അപ്പാപ്പൻ ആയി മാറിയത് എന്ന് കരുതപ്പെടുന്നു. ക്രിസ്മസിന് സാന്റാക്ലോസ് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പൊതുവെ വിശ്വാസമെങ്കിലും ചിലയിടങ്ങളിൽ അതങ്ങനെയല്ല. സ്പെയിനിലും തെക്കേ അമേരിക്കയിലും 3 രാജാക്കന്മാരാണ് സമ്മാനങ്ങൾ നൽകുന്നത് എന്ന് ആ നാട്ടുകാർ വിശ്വസിക്കുന്നു. ഇറ്റലിയിലാകട്ടെ ബിഫന എന്ന നല്ലവളായ ഒരു പിശാചാണ് ഈ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അവർ ധരിച്ചു വശായി. റഷ്യയിലാകട്ടെ ബബുഷ്ക എന്ന മഞ്ഞ അപ്പൂപ്പനും ജർമ്മനിയിൽ ക്രൈസ്റ്റ് കൈൻഡ് എന്ന മാലാഖയുമാണ് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സമ്മാനങ്ങൾ വരുന്നുണ്ട്, കുട്ടികൾക്കത് കിട്ടുന്നുണ്ട്. അത് ആര് തന്നാലും നല്ല കാര്യം എന്ന് നമുക്ക് കരുതാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ക്രിസ്മസ് അലങ്കാരത്തിനും ക്രിസ്മസ് കാർഡുകളിലുമൊക്കെ കുട്ടികളുടെ സോക്സുകൾ ഉപയോഗിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? എന്താണ് ഈ സോക്സിൻ്റെ പിന്നിലുള്ള കഥ? അത് നിങ്ങൾക്കറിയാമോ? അതിലൊരു ചെറിയ കഥയുണ്ട്, അതുകൂടി പറയാം. പണ്ടൊരിക്കൽ സെയിൻറ്റ് നിക്കോളാസ്, അതായത് നമ്മുടെ സാന്താക്ലോസ്, ഒരു പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഒരാൾ വളരെ ദുഃഖിതനായിരുന്ന് കരയുന്നത് കണ്ടു. അദ്ദേഹം കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി തൻ്റെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല, സാമ്പത്തിക ശേഷിയില്ല. അതിനാലാണ് അദ്ദേഹം ദുഃഖിതനായി ഇരുന്നിരുന്നത്. നമ്മുടെ നിക്കോളാസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആരും അറിയാതെ കുറച്ച് പണം സ്വരൂപിച്ച് പണക്കിഴികളാക്കി വീടിൻ്റെ പോക്കുകളിലൂടെ അകത്തേക്കിട്ടു. വീട്ടിലെ കുട്ടികൾ ഉണക്കാനായി വെച്ചിരുന്ന തങ്ങളുടെ ഷൂസിനൊപ്പം ഇടുന്ന സോക്സിലേക്കാണ് ഈ പണക്കിഴികൾ ചെന്ന് വീണത്. അങ്ങനെയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ, അതായത് സാന്റാക്ലോസ്, പുകക്കുഴലിലൂടെ സോക്സിനുള്ളിലേക്ക് സമ്മാനങ്ങളിടുമെന്ന വിശ്വാസം വിശ്വാസികളിൽ പരന്നത്. നിങ്ങൾക്കറിയാം, ജീസസ് വാസ് ബോൺ ഇൻ ബെത്ലഹേം ഇൻ ഇസ്രയേൽ.
which is located in the southern region of modern-day Palestine, now known as West Bank. ഇസ്രായേലിലാണ്, ഗലീലയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ഇപ്പോൾ പാലസ്തീൻ്റെ കൈവശമുള്ള വെസ്റ്റ് ബാങ്ക് എന്ന സ്ഥലത്താണ് യേശു ജനിച്ചതായി കരുതപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രിസ്മസ് കരോൾ എന്നുള്ള. ആദ്യത്തെ ഷോർട്ടസ്റ്റ് ക്രിസ്മസ് കരോൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ജിംഗിൾ ബെൽസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ക്രിസ്മസ് കരോൾ. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ ജെയിംസ് ലോർഡ് പിയർപോണ്ട് in 1857, and interestingly it became the first song to be played in outer space also during a mission in 1965. That also makes history. Christmas pickle tradition പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? In many American homes, a pickle-shaped ornament is hung on Christmas trees. It is believed that the finder will receive good luck for the rest of the next year. തെക്കേ അമേരിക്കയിൽ ചില രാജ്യങ്ങളിലൊക്കെ ഈ ക്രിസ്മസ് ട്രീയിൽ ചില ഓർണമെൻറ്റ്സ്, പിക്കിൾ ഷേപ്ഡ് ഓർണമെൻറ്റ്സ് തൂക്കാറുണ്ട്. അത് കാണുന്നവന് വലിയ ഭാഗ്യം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. ആദ്യത്തെ ക്രിസ്മസ് മൂവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ദ ഫസ്റ്റ് ക്രിസ്മസ് മൂവി വാസ് സാന്റാ ക്ലോസ്, റിലീസ്ഡ് ഇൻ 1898. It tells us about Santa Claus's Christmas Eve visit, but it runs only for 1 minute and 16 seconds. അത്ര ചെറുതായിരുന്നു ആ വീഡിയോ എന്ന് നാം മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുക, ക്രിസ്മസ് എന്നെഴുതിന് പകരം പല സ്ഥലങ്ങളിലും എക്സ്മാസ് എന്നെഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ് അപ്പോസ്ട്രഫി മാസ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം? എന്താണ് ഇതായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ആലോചിക്കാം. നമുക്കറിയാം ഇസ്രായേലിലെ ഭാഷ ഹീബ്രു ആണ്. അദ്ദേഹം സംസാരിച്ചിരുന്ന ഭാഷ, അദ്ദേഹം പല ഭാഷകളും യേശു സംസാരിച്ചിരുന്നു. യേശുവിൻ്റെ യഥാർത്ഥ നാമം നമുക്കറിയാം, ജീസസ് എന്നാണ്. ക്രൈസ്റ്റ് എന്നല്ല, ജീസസ് എന്നാണ് യേശു. ഈ ജീസസ് പല ഭാഷയിൽ സംസാരിച്ചിരുന്നു. ഹീബ്രു ഭാഷയിലാണ് ആദ്യത്തെ ബൈബിൾ പറഞ്ഞത്. ഹീബ്രു ഭാഷ, അതോടൊപ്പം തന്നെ അരാമിയ എന്നുള്ള ഭാഷ, ഗ്രീക്ക് ഭാഷ, ഇതൊക്കെ അദ്ദേഹത്തിന് വശമായിരുന്നു. മരപ്പണിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. ഈ ഗ്രീക്കിൽ ക്രൈസ്റ്റ് എന്നുള്ളതിനെ ക്രിസ്റ്റോസ് എന്നാണ് പറയുന്നത്. അതിൽ ക്രൈസ്റ്റിന് CH എന്നുള്ളതിന് സമാനമായ ഗ്രീക്കിലെ പദം എക്സ് എന്നാണ്. എക്സ് എന്ന് എഴുതിയാൽ CH, ക്രൈസ്റ്റ് എന്നുള്ള CH എന്നുള്ളതിന് പകരമായി അതിന് സമാനമായി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് എക്സ്. അതുകൊണ്ട് ക്രിസ്മസ് എന്നുള്ളതിന് എക്സ്മസ് എന്ന് വന്നു എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഈ ക്രിസ്മസ് എന്നുള്ളതിനൊപ്പം എക്സ്മസ് എന്നുള്ള ഒരു രീതി എഴുതുവാൻ വന്നത് എന്ന് നാം ഇതുവരെ മനസ്സിലായി കാണും. ഉണ്ണിയേശുവിൻ്റെ ജനനം കൊണ്ടാടുന്ന സുദിനമാണല്ലോ ക്രിസ്മസ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായും 4 ദിവസങ്ങളിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ശ്രദ്ധിക്കുക, 4 ദിവസങ്ങളിലാണ് പ്രധാനമായും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഡിസംബർ 25 തന്നെയാണ് ക്രിസ്മസ് കൊണ്ടാടുന്നത്. ജാനുവരി 6, 7, 19. ശ്രദ്ധിക്കുക, ജാനുവരി 7, 6, 19 എന്നീ തീയതികളിലും ചില സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അതെവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന് കാരണമായി പറയുന്നത് ജൂലിയൻ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസമാണ്. അതാണ് ക്രിസ്മസ് വ്യത്യസ്ത ദിനങ്ങളിൽ പല രാജ്യങ്ങളിലും ആഘോഷിക്കുവാനുള്ള പ്രധാന കാരണം. BC 100 തുടങ്ങി 44 വരെ ജീവിച്ചിരുന്ന ജൂലിയസ് സീസറാണ് ജൂലിയൻ കലണ്ടറിനെ രൂപം കൊടുത്തത്. ആദ്യമായി അത് ലേറ്റർ മോഡിഫൈഡ് ബൈ അഗസ്റ്റസ്. അദ്ദേഹം ഒരു പ്രീസ്റ്റായിരുന്നു. അദ്ദേഹമാണ് ജൂലിയൻ കലണ്ടർ, ജൂലിയസ് സീസർ രൂപപ്പെടുത്തിയ കലണ്ടറിന് പിന്നീട് ഒരു പരിഷ്കാരം വരുത്തിയത്. 365 ദിവസം ഒരു വർഷം എന്നുള്ള ഒരു കണക്കിലാണ് അദ്ദേഹം ഇത് രൂപപ്പെടുത്തിയത്. പിന്നീട് അതാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഗ്രിഗോറിയൻ കലണ്ടർ വന്നത്. അത് പിന്നീടാണ് വന്നത്. ഈ 2 കലണ്ടറാണ് നിലവിലുള്ളത്. ഈ 2 കലണ്ടറും എൻ്റെ പ്രശ്നം മൂലമാണ് ഈ 4 ദിവസങ്ങളിലായി ക്രിസ്മസ് വിവിധ രാജ്യങ്ങളിൽ ആഘോഷിക്കുവാൻ കാരണമായി വന്നത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാമോ 2 ദിവസങ്ങളിലായിരുന്നു പണ്ടൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. കത്തോലിക്ക സഭകൾ ഡിസംബർ 25-നും ഓർത്തഡോക്സ് മാർത്തോമ സഭകൾ ജാനുവരി 7-നും. ശ്രദ്ധിക്കുക, കത്തോലിക്ക സഭകൾ ഡിസംബർ 25-നും ഓർത്തഡോക്സ് മാർത്തോമ സഭകൾ ജാനുവരി 7-നും. ഇങ്ങനെയാണ് ആഘോഷിച്ചു വന്നിരുന്നത്.
പക്ഷേ പിന്നീട് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തീരുമാനം സഭകൾ ഐക്യകണ്ഠേന ആഘോഷിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് 1952 ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സഭകളും ഡിസംബർ 25 തന്നെ ക്രിസ്മസ് ആഘോഷിച്ച് തുടങ്ങിയത്. അതായത് 1952 ഡിസംബർ 25 ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഇപ്പോഴും ജാനുവരി 7 തന്നെയാണ് ന്യൂനപക്ഷമായ കൽതായ സഭക്കാരുടെ ക്രിസ്മസ് ആഘോഷം. ജൂലിയൻ കലണ്ടറും പിന്നീടുണ്ടായ ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ 20-21 നൂറ്റാണ്ടുകളിൽ 13 ദിവസത്തെ വ്യത്യാസമുണ്ടായിരുന്നു. അതിനാലാണ് ജൂലിയൻ കലണ്ടറിൽ ഡിസംബർ 25, ഗ്രിഗോറിയൻ കലണ്ടറിൽ ജാനുവരി 7 പരിണമിച്ചത്. എത്യോപ്യ, സൊമാലിയ, ഈജിപ്റ്റ്, സെർബിയ, ബോസ്നിയ, ക്രൊയേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവരും ജാനുവരി 7 തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇതേസമയം ഗ്രീസ്, ഫിൻലാൻഡ്, സിറിയ എന്നിവിടങ്ങളിൽ ജാനുവരി 19 ക്രിസ്മസ് അവർ ആഘോഷിക്കുന്നത്. ഇനി ക്രിസ്മസ് ആഘോഷിക്കാത്ത ഒരു കൂട്ടം ക്രിസ്ത്യാനികളുമുണ്ട്. അർമേനിയയിലെ ഓർത്തഡോക്സ് സഭയാണ് ക്രിസ്മസ് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുന്ന കൂട്ടർ. എപ്പിഫനി എന്നറിയപ്പെടുന്ന ദനഹ പെരുന്നാളാണ് ക്രിസ്മസിന് പകരമായി അവർ കൊണ്ടാടുന്നത്. ജാനുവരി 6 ഈ പെരുന്നാൾ. അതോടൊപ്പം ദനഹ പെരുന്നാളിനൊപ്പം യേശുവിൻ്റെ ജനനവും ഇവർ ആഘോഷിക്കുന്നുണ്ട്, അത്രമാത്രം. ഇസ്രയേൽ, ജോർജിയ, യുഗാണ്ട, ടാൻസാനിയ എന്നിവിടങ്ങളിലും ജാനുവരി 6 തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അവർ ഈ ദനഹ പെരുന്നാൾ ആഘോഷത്തിനാണ് ഏറെ പ്രാധാന്യവും നൽകുന്നത് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ഇനി ചില കൗതുക വാർത്തകൾ കൂടി പറയാം. ടോം ബർണാംസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ഡിക്ഷണറി ഓഫ് മിസ് ഇൻഫർമേഷൻ എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നു. യേശു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ജീസസ്, നമുക്കറിയാം. ക്രൈസ്റ്റ് എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ ദ അനോയിൻറ്റഡ് വൺ, അഭിഷിക്തനായ എന്നാണ് അർത്ഥം. അഭിഷിക്തനായ യേശു എന്ന അർത്ഥത്തിലാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ അത് അങ്ങനെയല്ല പറയേണ്ടത്. ജീസസ് ദ ക്രൈസ്റ്റ് എന്ന് പറയണം. ക്രൈസ്റ്റ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് മാത്രമാണ്, അഭിഷിക്തനായ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത്ര ശരിയല്ല, ജീസസ് ദ ക്രൈസ്റ്റ് എന്ന് പറയണം എന്നാണ് ടോം ബർണാംസ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഒരു അങ്ങനെ പറയുന്നതാണ് ശരി എന്ന് പറയും, ശരി എന്ന് അവർ പറയുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നല്ലേ നമ്മൾ പറയുന്ന, അലക്സാണ്ടർ ഗ്രേറ്റ് നമ്മളാരും പറയാറില്ലല്ലോ. അത് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തേവര SH കോളേജിൽ എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന CR ശങ്കരമേനോൻ സാർ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയും, അതിൽ ഒരു ശരികേടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അത് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നാണ് ശരിക്കും പറയേണ്ടത്, സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കുകയേ തരമുള്ളൂ. നാം ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ട് വൈ ഡോണ്ട് വി കോൾ ഇറ്റ് ഡ്രിവൺ സ്കൂൾ? ഡ്രിവൺ സ്കൂൾ നമ്മളാരും പറയാറില്ല, ഡ്രൈവിംഗ് സ്കൂൾ എന്നേ പറയാറുള്ളൂ. അതേപോലെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് ശരി എന്ന് പറയുന്നു. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ ഏതാണ്ട് സമയമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ യേശുനാഥനെ ഒറ്റിക്കൊടുത്തത്, അവസാനത്തെ അത്താഴത്തിന് ശേഷം ഒറ്റിക്കൊടുത്ത ആളാണ് ജൂഡാസ് ഇസ്കാരിയോട്ട്. നമ്മൾ യൂദാസ് എന്ന് വിളിക്കും, ദുഷ്ടന്മാരെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് യൂദാസ്. ഈ യൂദാസ് ദുഃഖഭാരത്താൽ പിന്നീട് ദുഃഖം താങ്ങാനാവാതെ തൂങ്ങി മരിച്ചു എന്നാണ് മാത്യുവിൻ്റെ സുവിശേഷം ചാപ്റ്റർ 27 3-ാം പേജിൽ വാചകം 10 പറയുന്നത്. അതായത് ദുഷ്ടത്തരം ചെയ്യുന്നവൻ, ചതിക്കുന്നവൻ, ഗുരുനാഥനെ ചതിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ, വഞ്ചകൻ, ഇവർക്കൊന്നും വലിയ ആയുസ്സോ ഒന്നുമില്ല. അവർക്ക് തങ്ങളുടെ പാപത്തിന് മരണമായിരിക്കും അവരുടെ ഫലം എന്ന് ഈ തരുണത്തിൽ ഇതൊരു ക്രിസ്മസ് സന്ദേശമായി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരെയും ആവും വിധത്തിൽ സഹായിക്കുക എന്നുള്ള സന്ദേശം സമൂഹത്തിൽ വരുത്തുകയും ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.